തലകറക്കം അഥവാ വേർട്ടിഗോ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. പലപ്പോഴും OPയിൽ വരുന്ന രോഗികൾ പറയുന്ന ഒരു വാക്കാണ്, എനിക്ക് വേർട്ടിഗോയുടെ പ്രശ്നമാണ് ഡോക്ടറെ. ചിലർ പറയുന്നത് ബാലൻസിന്റെ തലകറക്കമാണ്. സത്യത്തിൽ എന്താണ് ഈ വേർട്ടിഗോ? ഇതൊരു അസുഖത്തിന്റെ പേരാണോ? വേർട്ടിഗോ എന്ന് പറയുന്നത് തലകറക്കം എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊരു രോഗമല്ല, മറിച്ച് രോഗലക്ഷണം മാത്രമാണ്. എന്തുകൊണ്ട് തലകറക്കം ഉണ്ടാവുന്നു? ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ തലകറക്കത്തിന്റെ ചികിത്സയിലേക്ക് നമുക്ക് കടക്കാനാവൂ. മനുഷ്യ ശരീരത്തിന് ബാലൻസ് ചെയ്ത് നടക്കാൻ ചെവിയുടെ ബാലൻസ് മാത്രമല്ല പ്രധാനം. കണ്ണിന്റെ കാഴ്ച, ജോയിന്റുകളും മസിൽസും എല്ലുകളുമൊക്കെ ഉൾപ്പെടുന്ന ഒരു പ്രൊപ്രിയോസെപ്റ്റീവ് സിസ്റ്റം, ഇതും മനുഷ്യ ശരീരത്തിനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നു. മനുഷ്യന്റെ തലച്ചോറ് ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ്. ഈ സൂപ്പർ കമ്പ്യൂട്ടറിലേക്ക് കറക്റ്റായിട്ടുള്ള സിഗ്നലുകൾ എത്തുമ്പോഴാണ് അടിതെറ്റാതെ നമ്മൾ നടക്കുന്നത്. അപ്പോൾ ഈ സൂപ്പർ കമ്പ്യൂട്ടറിലേക്ക് സിഗ്നലുകൾ എത്തിക്കുന്ന സെൻസറുകൾ 3 ഒന്ന് നമ്മുടെ കണ്ണുകൾ, രണ്ടാമത്തേത് ചെവിയുടെ ബാലൻസിങ് മെക്കാനിസം, മൂന്നാമത്തേത് മസിൽസും ജോയിൻസും നമ്മുടെ കാലിന്റെ അടിയിൽ നിന്നൊക്കെയുള്ള സിഗ്നലുകൾ തലച്ചോറിലേക്ക് എത്തിക്കുന്നു. ഈ സിഗ്നലുകൾ തലച്ചോറിലേക്ക് എത്തുന്നത് പല വിധേനയാണ്. ചെവിയെ സംബന്ധിച്ചിടത്തോളം ചെവിയുടെ ആന്തരിക കർണത്തിൽ 3 ട്യൂബുകളും 2 സഞ്ചിയുമുണ്ട്. ഇവിടെ നിന്ന് ഈ സിഗ്നലുകളെ തലച്ചോറിലേക്ക് എത്തിക്കുന്ന ഒരു വെസ്റ്റിബുലോ കോക്ലിയർ നെർവ്. ഇത് കേൾവിയുടെയും ബാലൻസിന്റെയും നാഡിയാണ്. അവിടെ നിന്ന് തലച്ചോറിൽ നിന്നുള്ള സിഗ്നലുകൾ വളരെ കോംപ്ലക്സ് ആയിട്ട് പ്രോസസ് ചെയ്തിട്ടാണ് നമ്മൾ ബാലൻസ് ചെയ്ത് നടക്കുന്നത്. ഈ പ്രക്രിയയിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുമ്പോഴാണ് തലകറക്കം അഥവാ വേർട്ടിഗോ എന്ന് പറയുന്ന ഈ രോഗലക്ഷണം ഉണ്ടാവുന്നത്. നമ്മുടെ തല അനങ്ങുമ്പോൾ തല ഇന്ന വശത്തോട്ട് അനങ്ങിയിരിക്കുന്നു, കുനിഞ്ഞിട്ട് നിവരുന്നുണ്ട്, അതല്ലെങ്കിൽ കഴുത്ത് മുകളിലോട്ടും താഴോട്ടുമൊക്കെ ഒന്ന് ഇളക്കിയിട്ടുണ്ട്, ഇതൊക്കെ തലച്ചോറ് കൃത്യമായിട്ട് തന്നെ സെൻസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു മെക്കാനിസത്തിന് സഹായിക്കുന്ന ചെവിയുടെ ബാലൻസ് എന്ന് പറയുന്നത് ആന്തരിക കർണത്തിലുള്ള 3 ട്യൂബും 2 സഞ്ചികളുമാണ്. ഈ ട്യൂബുകളെ സെമി സർക്കുലർ കനാൽസ് എന്ന് പറയുന്നു. 3 സെമി സർക്കുലർ കനാലാണ് നമുക്കുള്ളത്, ഓരോ ചെവിയിലും 3 വീതം. ഈ സെമി സർക്കുലർ കനാലുകൾക്കകത്ത് എൻഡോലിംഫ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട്, ഒരു വെള്ളമാണ് ഉള്ളിലുള്ളത്. ഇനി ഈ ട്യൂബുകളെ പോലെ തന്നെ 2 സഞ്ചികളുമുണ്ട്, സാക്യൂളും യൂട്രിക്കിളും. അപ്പോൾ ഈ വെള്ളം അനങ്ങുമ്പോൾ സാക്യൂളും യൂട്രിക്കിളിനകത്തൊക്കെയുള്ള ഹെയർ സെൽസിന് അനക്കം സംഭവിക്കുന്നു. ഈ അനക്കത്തെ സിഗ്നലുകളായി തലച്ചോറിലേക്ക് എത്തുന്ന ജോലിയാണ് നമ്മുടെ വെസ്റ്റിബുലോ കോക്ലിയർ നെർവിനുള്ളത്. തല അനങ്ങുമ്പോൾ ഈ ഫ്ലൂയിഡ് അനങ്ങും, തലച്ചോറിലേക്ക് സിഗ്നൽ എത്തുന്നു. അവൻ അങ്ങോട്ടേക്ക് നോക്കിയിട്ടുണ്ട്, വലത്തോട്ട് തിരിഞ്ഞിരിക്കുന്നു. ഇതിനനുസരിച്ചിട്ടാണ് തലച്ചോറ് ഈ സിഗ്നലുകളെ പ്രോസസ്സ് ചെയ്യുന്നത്. എന്നാൽ തലകറക്കം ഉണ്ടാവുമ്പോൾ ഈ സിഗ്നലുകളുടെ മെക്കാനിസത്തിലൊക്കെ ആകെ തകരാറ് സംഭവിക്കുന്നു. രോഗി അനങ്ങുന്നില്ല, പക്ഷെ തലച്ചോറ് സെൻസ് ചെയ്യുന്നത് ചുറ്റും കറങ്ങുന്നുണ്ട്, ഇയാൾ തല അനക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ ഈ തെറ്റായ സിഗ്നലാണ് തലകറക്കത്തിന്റെ സെൻസേഷൻ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. സ്വയം കറങ്ങുന്നത് പോലെയോ അതല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ഭിത്തിയും മേൽക്കൂരയും ഒക്കെ കറങ്ങുന്നത് പോലെയുള്ള തോന്നലിനാണ് തലകറക്കം എന്ന് പറയുന്നത്. പലപ്പോഴും പല രോഗികളും തലകറക്കം എന്ന് പറയുന്നത് പല രോഗലക്ഷണത്തെയാണ്. രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോഴും എനിക്ക് തല കറങ്ങുന്നു ഡോക്ടറെ എന്ന് പറയും. കുനിഞ്ഞിട്ട് നിവരുമ്പോഴും കിടന്നിട്ട് എണീക്കുമ്പോഴൊക്കെ കണ്ണിൽ ഇരുട്ടടയ്ക്കുന്നത് പോലെ തോന്നുന്നതിനും തലകറക്കം എന്നാണ് രോഗികൾ സാധാരണ പറയാറ്. അതുപോലെ BP കുറയുമ്പോഴും ഒരു ലൈറ്റ് ഹെഡഡ്നെസ് അല്ലെങ്കിൽ ഒന്ന് വീഴാൻ പോകുന്നത് പോലെയൊക്കെ ഒരു തോന്നലുണ്ടാവാം. ഇതും തലകറക്കം എന്നാണെന്ന് സാധാരണ രോഗികൾ വിചാരിക്കാറ്. അപ്പോൾ നമ്മൾ കറങ്ങുന്നത് പോലെയോ അതല്ലെങ്കിൽ ചുറ്റുമുള്ള ഭിത്തിയും മേൽക്കൂരയും ഒക്കെ കറങ്ങുന്നത് പോലെയോ തോന്നുന്നതിനാണ് ശരിക്കും വേർട്ടിഗോ അഥവാ തലകറക്കം എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം ഓക്കാനും ഛർദിയും ഒക്കെ തോന്നിയേക്കാം. അപ്പോൾ ഈ വേർട്ടിഗോ എന്ന പ്രശ്നം ചെവിയിൽ നിന്ന് വരുന്ന പെരിഫറൽ ബാലൻസിങ് മെക്കാനിസത്തിന്റെ പ്രശ്നം കൊണ്ടുവരാം. ഇതേപോലെ തന്നെ പ്രധാനമാണ് തലച്ചോറിന്റെ ബാലൻസിങ് മെക്കാനിസം. ചെവിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തകരാറുകൾ ഉണ്ടാവുമ്പോൾ അതിന് പെരിഫറൽ വേർട്ടിഗോ എന്നും തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെ സെൻട്രൽ വേർട്ടിഗോ എന്നും പറയുന്നു. അപ്പോൾ ഈ പെരിഫറൽ വേർട്ടിഗോ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ആദ്യത്തേത് BPPV, നമ്മളെല്ലാവരും കേൾക്കുന്ന പൊസിഷണൽ വേർട്ടിഗോ. നേരത്തെ പറഞ്ഞ 3 ട്യൂബും 2 സഞ്ചിയും. ഈ സഞ്ചിക്കകത്തുള്ള കാൽസ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് ഈ സഞ്ചികളിൽ നിന്ന്
പതുക്കെ ട്യൂബിലേക്ക് അറിയാതെ വന്നു വീഴുന്നു. ഇതാണ് BPPVയിലെ തലകറക്കം ഉണ്ടാക്കുന്നത്. ഇത് ഒരു 14 ദിവസത്തിനുള്ളിൽ എക്സസൈസുകളിലൂടെ ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു അസുഖമാണ്. ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ BPPV വീണ്ടും വരാനുള്ള സാധ്യതയുമുണ്ട്. പെരിഫറൽ വെർട്ടിഗോയുടെ രണ്ടാമത്തെ കാരണം നമ്മുടെ തലച്ചോറിലേക്ക് സിഗ്നലുകൾ എത്തിക്കുന്ന വെസ്റ്റിബുലോ കോക്ലിയർ നെർവിൽ വൈറൽ അണുബാധ വരാം. വെസ്റ്റിബുലർ ന്യൂറോണൈറ്റിസ് അല്ലെങ്കിൽ ലാബ്രിന്തൈറ്റിസ്, ഈ രണ്ട് കേൾവിയുടെ അവയവവും ബാലൻസിന്റെ അവയവവും ഇരിക്കുന്ന ലാബ്രിന്ത് എന്ന ഭാഗത്ത് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻഫ്ലമേഷനോ ഉണ്ടാവുന്നു. ഇതും തലകറക്കമുണ്ടാക്കുന്ന ഒരു കാരണമാണ്. മറ്റൊരു പ്രശ്നം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, മിനിയേഴ്സ് ഡിസീസ്. എന്തുകൊണ്ടാണ് ഈ മിനിയേഴ്സ് ഡിസീസ് ഉണ്ടാകുന്നത്? നമ്മുടെ ഈ ട്യൂബുകൾക്കകത്തുള്ള എൻഡോലിംഫിന്റെ അളവ് വല്ലാതെ കൂടുന്നു. ഇതിന്റെ ഡ്രെയിനേജ് മെക്കാനിസം തെറ്റാവുന്നു. അപ്പോൾ തലകറക്കത്തോടൊപ്പം ചെവിയിൽ അടപ്പ് തോന്നാം, കേൾവിക്കുറവ് അനുഭവപ്പെടാം, ചെവിയിൽ മൂളലുണ്ടാവാം. അപ്പോൾ ഈ 4 രോഗലക്ഷണങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഇതിന് മിനിയേഴ്സ് ഡിസീസ് ആണോ എന്ന് സംശയിക്കണം. അപ്പോൾ എല്ലാ തലകറക്കവും BPPV അല്ല. BPPV മൂലമുള്ള തലകറക്കം ഉണ്ടാവാം, വെസ്റ്റിബുലാർ ന്യൂറോണൈറ്റിസ് എന്ന തലകറക്കം ഉണ്ടാവാം, ലാബ്രിന്തൈറ്റിസ് ഉണ്ടാവാം. അതുപോലെ മിനിയേഴ്സ് ഡിസീസ് എന്ന രോഗവും പെരിഫറൽ വെർട്ടിഗോയുടെ കാരണങ്ങളാണ്. ചെറിയ ചെറിയ കാരണങ്ങൾ ഇനിയും പെരിഫറൽ വെർട്ടിഗോയ്ക്ക് ഉണ്ടാവുമെങ്കിലും ഇനി നമുക്ക് സെൻട്രൽ വെർട്ടിഗോ അഥവാ തലച്ചോറിന്റെ സിഗ്നലുകളിൽ സംഭവിക്കുന്ന പ്രശ്നം മൂലമുണ്ടാകുന്ന വെർട്ടിഗോയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ തലച്ചോറിനുള്ള ട്യൂമറുകൾ ഇത്തരത്തിലുള്ള തലകറക്കം ഉണ്ടാക്കാം. ഈ സെൻട്രൽ വെർട്ടിഗോ പെരിഫറൽ വെർട്ടിഗോയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ചെറിയ ശതമാനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കൂടുതൽ തലകറക്കങ്ങളും പെരിഫറൽ വെർട്ടിഗോയാണ്. അപ്പോൾ തലച്ചോറിനുള്ള ട്യൂമറുകൾ തലകറക്കമുണ്ടാക്കാം. സ്ട്രോക്ക്, തലച്ചോറിനുള്ളിലെ രക്തയോട്ടത്തിൽ പ്രശ്നം വരുമ്പോൾ തലകറക്കമുണ്ടാവാം. അതുപോലെ വെസ്റ്റിബുലർ മൈഗ്രെയിൻ, ചില ആളുകളിൽ മൈഗ്രെയിൻ്റെ പ്രശ്നം തലകറക്കമായിട്ടാണ് അനുഭവപ്പെടുക. അതുപോലെ ചില മരുന്നുകൾ കഴിക്കുമ്പോൾ തലകറക്കമുണ്ടാവാം. ഇതൊക്കെ സെൻട്രൽ വെർട്ടിഗോയാണ്. അപ്പോൾ വെർട്ടിഗോ എന്നുള്ളത് ഒരു രോഗമല്ല, മറിച്ച് രോഗലക്ഷണമാണെന്നുള്ളത് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇനി പെരിഫറൽ വെർട്ടിഗോയുമായിട്ട് ഒരു രോഗി ഡോക്ടറുടെ അടുത്തെത്തുന്നു. ചുറ്റും കറങ്ങുന്നത് പോലെയുള്ള തോന്നലാണ്, നിൽക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും കാഷ്വാലിറ്റിയിൽ എത്തുന്നത് വീൽ ചെയറിലായിരിക്കും ഇത്തരം രോഗികൾ. വളരെ ഭയപ്പെട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ വളരെ ആശങ്കരായിട്ടുള്ള ബൈസ്റ്റാൻഡേഴ്സുമൊക്കെ ആയിട്ടാണ് ഇത്തരം രോഗികൾ OPയിലേക്ക് എത്താറ്. ആദ്യം വിശദമായിട്ടുള്ളൊരു പരിശോധന ഡോക്ടർ നടത്തിയ ശേഷം രോഗിക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് വിലയിരുത്തുന്നു. പൊസിഷണൽ വെർട്ടിഗോയാണ് സംശയിക്കുന്നതെങ്കിൽ ഇതിന് ഏത് കനാലിലാണോ ഈ പ്രശ്നം പറ്റിയിരിക്കുന്നത് അതിനനുസരിച്ച് വേണ്ട കറക്റ്റീവ് എക്സസൈസും കൊടുക്കുന്നു. ഇതാണ് BPPV എന്ന കൂടുതലായിട്ടും കാണുന്ന പെരിഫറൽ വെർട്ടിഗോയുടെ ചികിത്സാ രീതി. ഇനി ഇതിനോടൊപ്പം കേൾവിക്കുറവുണ്ടെങ്കിൽ ഒരു കേൾവി പരിശോധനയ്ക്ക് വിധേയമാക്കാം. മിനിയേഴ്സ് ഡിസീസിൽ പലപ്പോഴും നമുക്ക് കേൾവിക്കുറവ് കണ്ടേക്കാം. സെൻട്രൽ വെർട്ടിഗോയാണ് നമ്മൾ സംശയിക്കുന്നതെങ്കിൽ കൂടുതലായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് വേണ്ടി വന്നേക്കാം. CTയും MRIയും പോലുള്ള ടെസ്റ്റുകൾ ഡോക്ടർമാർ ഇത്തരം പ്രശ്നങ്ങൾക്കാണ് നിർദ്ദേശിക്കാറ്. അതുകൊണ്ടാണ് പലപ്പോഴും രോഗികൾ തെറ്റിദ്ധരിക്കാറ്, ഞാനൊരു ചെറിയ തലകറക്കവുമായിട്ടാണ് OPയിൽ പോയത്, എന്നാൽ ഡോക്ടർ എനിക്ക് MRI എഴുതി തന്നു. രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗിയുടെ കണ്ണിൽ വരുന്ന നിസ്റ്റാഗ്മസ് എന്ന മാറ്റത്തെ മനസ്സിലാക്കിയാണ് CT വേണോ MRI വേണോ ഒക്കെ എന്നുള്ളത് ഡോക്ടർമാർ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളും കൂടി ഒരു വെർട്ടിഗോ ഉള്ള രോഗി മനസ്സിലാക്കിയിരിക്കണം. വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പെരിഫറൽ തലകറക്കം അഥവാ പെരിഫറൽ വെർട്ടിഗോയിൽ ഒരിക്കലും രോഗിക്ക് ബോധം നഷ്ടപ്പെടില്ല. എന്നാൽ ബോധം പോവുക, അപസ്മാരം ഉണ്ടാവുക, ദൂരോട്ട് നോക്കുമ്പോൾ രണ്ടായിട്ട് കാണുക, കണ്ണിന് കാഴ്ചക്കുറവ് തോന്നുക, കൈകാലുകൾക്ക് തരിപ്പ് അനുഭവപ്പെടുക, ബലക്ഷയം തോന്നുക, ഇതൊക്കെ അപകട സൂചനകളാണ്. അപ്പോൾ തലകറക്കം വരുമ്പോൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കേണ്ട ലക്ഷണങ്ങൾ ഉണ്ടോ എന്നും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ തലകറക്കം എന്നതൊരു രോഗലക്ഷണമാണ്, മറിച്ച് രോഗമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്തുകൊണ്ടാണ് തലകറക്കം ഉണ്ടാവുന്നതെന്ന് നമ്മൾ കണ്ടു. തലകറക്കത്തിന് വേണ്ട പരിശോധനകൾ എന്തൊക്കെയാണ്, എങ്ങനെ ഇത് മാനേജ് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. തലകറക്കം മൂലം ബുദ്ധിമുട്ടുന്ന ഒരു ഫ്രണ്ടോ ഫാമിലി മെമ്പറോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ.